السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على رسولك سيدنا محمد وعلى آله وأتباعه وأزواجه والناس أجمعين. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. صدق الله المولانا العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല അപരാധങ്ങളും റഹ്മാനായ റബ്ബ് അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് നമുക്ക് പുറത്തു നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, പ്രത്യേകിച്ച് നമ്മുടെ മസ്ജിദിന്റെ മഖ്ബറയിൽ മറമാടപ്പെട്ട് കിടക്കുന്ന നമ്മുടെ നാടിന്റെ മുൻഗാമികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ജീവിതത്തിൽ വെച്ച് നിർവഹിച്ചതായ സൽക്കർമ്മങ്ങൾ മുഴുവനും കബൂലാക്കി സ്വർഗം നൽകി അവരെ സന്തോഷിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട് വളരെ വലിയതായ ഒരു ദുരിതത്തിലും വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയും കടന്നു പോകുന്ന വിവരം നമുക്കെല്ലാവർക്കും അറിയാം. കുറച്ച് വർഷങ്ങളായി നമ്മുടെ നാടുകളിൽ ഇത്തരത്തിലുള്ളതായ വിഷമകരമായ സാഹചര്യങ്ങൾ പ്രളയത്തിൻ്റെ രൂപത്തിലും മലവെള്ളപ്പാച്ചിലിൻ്റെ രൂപത്തിലും മലയിടിഞ്ഞുണ്ടാകുന്ന അപകടങ്ങളായിട്ടും ധാരാളം അപകടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ നല്ല പകരങ്ങൾ നൽകി അവരെ സാന്ത്വനിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഇങ്ങനെയുള്ളതായ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഇതിനെല്ലാം രക്ഷകനായിട്ടുള്ളത്. ഈ സാഹചര്യങ്ങളിൽ നാം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് കാരണമാണ് ദുനിയാവിലും ആഖിറത്തിലും കുഴപ്പങ്ങൾക്ക് കാരണമുണ്ടാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നൽകിയിട്ടുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും ഉണ്ടാകുന്നതായ ഫസാദുകളുടെ കുഴപ്പങ്ങളുടെ കാരണം ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങൾ അത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ ചെറിയതായ തെറ്റുകൾ
ആ തെറ്റുകൾ ധാരാളമായി കുന്നുകൂടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പിടുത്തം ഇങ്ങനെ പിടിക്കും. ആ പിടുത്തത്തിൽ അവൻ പാപിയാണോ, അവൻ നല്ലവനാണോ, സ്വാലിഹാണോ, ഏതൊരുവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. അല്ലാഹുവിന്റെ അദാബ് ഒരു ജനതയ്ക്ക് മേൽ ഇറങ്ങുകയാണ് എങ്കിൽ ആ ജനതയെ മുഴുവനുമായിട്ട് ആ അദാബിനെ വിഴുങ്ങുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ എപ്രകാരമാണ് അള്ളാഹുവിന്റെ നീതി നടപ്പാവുക എന്ന് നാം ചോദിച്ചേക്കാം. അള്ളാഹുവിന്റെ നീതി നടപ്പാകുന്നത് നാളെ മഹ്ശറിലാണ്. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചുകൊണ്ട് അവന് വേണ്ടതായ പ്രതിഫലങ്ങൾ നൽകുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വന്ന വിഷയം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകർ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് ഈ ലോകത്തിന് മുഴുവനുമായിട്ടാണ്. ഈ ലോകത്തിന്റെ മുഴുവന്റെയും പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ളതായ പ്രവാചകന്മാർ ഓരോരുത്തരും തന്നെ അവരവരുടേതായ ചില പ്രത്യേക ഗോത്രങ്ങളിലേക്കും കാലങ്ങളിലേക്കും ഓരോ പ്രത്യേക പ്രദേശത്തിലുമായിരുന്നു നിയോഗിച്ചിരുന്നത് എങ്കിൽ നമ്മുടെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ചത് ഈ ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയാണ്. ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ്. മാത്രമല്ല മുഴുവൻ പ്രകൃതിക്കും വേണ്ടിയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു അതാ പറഞ്ഞു കൊടുക്കുന്നു, ഖുൽ നബിയേ താങ്കൾ പറയുക, അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഞാൻ നിങ്ങളിലേക്ക് വന്നതായ അല്ലാഹുവിന്റെ പ്രവാചകരാണ്. ആർക്കു വേണ്ടി വന്ന പ്രവാചകരെന്നല്ലേ? ജമീആ, ഈ ലോകത്തിലേക്ക് മുഴുവനുമായിട്ട് വന്ന പ്രവാചകരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ഉപദേശിക്കുകയാണ്. അല്ലാഹു റസൂലിനോട് കൽപ്പിക്കുകയാണ്, നബിയെ താങ്കൾ പറയണം, ഞാൻ ഈ ലോകത്തിന് വേണ്ടി മുഴുവനേക്കും വന്നതായ പ്രവാചകനാണെന്ന് ജനങ്ങളോട് പറയണം നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നതായ കൽപ്പനയുടെ സ്വരത്തിൽ പറയുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഈ ലോകത്തിലേക്ക് മുഴുവനും വന്നതായ പ്രവാചകന്റെ യഥാർത്ഥമായ അനുയായികളാണ് നാം ആകണമെങ്കിൽ, നാം ആ പ്രവാചകന്റെ യഥാർത്ഥമായ അനുയായികളാകണമെങ്കിൽ എന്തു ചെയ്യണം? മുഴുവൻ ജനങ്ങളെയും ഒന്നുപോലെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിച്ചത് എന്തിനാ? ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ്. അപ്പോൾ ആ പ്രവാചകനെ പിന്തുടരുന്നു എന്ന് പറയുന്നതായ ഞാനും നിങ്ങളും അടങ്ങുന്നതായ മുസ്ലിം സമൂഹം, ഞാനും നിങ്ങളും അടങ്ങുന്നതായ നമ്മുടെ സമുദായം മുഴുവൻ ജനങ്ങളെയും ഒന്നുപോലെ കാണുവാൻ വളരെയധികം ബാധ്യതപ്പെട്ടവരാണെന്ന് നാം മനസ്സിലാക്കുക. എങ്ങനെയാണ് നാം അവരെ ഒരുപോലെ കാണേണ്ടത്? നാം നമ്മളുടെ അടുക്കലേക്ക് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നാൽ അവൻ ആരാണെന്നോ, അവന്റെ വിശ്വാസം എന്താണെന്നോ, അവന്റെ സംസ്കാരം എന്താണെന്നോ, അവന്റെ നാടേതാണെന്നോ, അവന്റെ വീട് ഏതാണെന്നോ തിരക്കേണ്ട കാര്യമില്ല. നമ്മിലേക്ക് ഒരു മനുഷ്യൻ സഹായാഭ്യർത്ഥനയുമായി വരുന്നതാണ് എങ്കിൽ നാം നമുക്ക് പറ്റുന്നതായ സഹായം നൽകി തിരിച്ചയക്കുക. അതാണല്ലോ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ സഹോദരങ്ങളെ, ആ അയൽവാസി ആരാണെന്ന് അവിടെ പ്രസക്തമല്ല. ആ അയൽവാസിയുടെ ജാതി ഏതാ, മതമേതാ, നിറമെന്താ, വർണ്ണമേതാ, വർഗമേതാ എന്നൊരു പ്രത്യേകതയും ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളതായ പരിശുദ്ധമായ മര്യാദകൾ, മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അനുയായികൾ നാമായി മാറണമെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ മാനവികതയുടെ മൂല്യങ്ങൾ നാമും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉഅ്തീതു ഖംസൻ, 5 പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുകയാണ്. ലം യുഅ്തഹുന്ന അഹദും മിൻ ഖബ്ലി, എനിക്ക് മുമ്പുള്ളതായ ഒരാൾക്കും നൽകാത്ത തരത്തിലുള്ളതായ 5 പ്രത്യേകതകളെ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. തുടർന്ന് പറയുന്നു, വകാന നബിയ്യു യുബ്അസു ഇലാ ഖൗമിഹി ഖാസ്സ, മറ്റുള്ളതായ പ്രവാചകന്മാരെല്ലാവരും തന്നെ നാം ആദ്യത്തിൽ പറഞ്ഞു വെച്ചതുപോലെ ഓരോ സമൂഹത്തിനും സമുദായത്തിനും കാലത്തിനും പ്രദേശത്തിനും മാത്രമായി പ്രത്യേകമായിരുന്നുവെങ്കിൽ എന്നെ അയച്ചിരിക്കുന്നത് വബുഇസ്തു ഇലന്നാസി അമ്മാ, ജനങ്ങളിലേക്ക് മുഴുവനും മൊത്തമായിട്ടാണ്, വ്യാപകമായിട്ടാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്ന് മഹാപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ളതായ പ്രവാചകന്റെ അനുയായികളാണ് നാം ആകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ളതായ മൂല്യങ്ങൾ, ഗുണങ്ങൾ നമുക്കുണ്ടാകണം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ സക്കരിൻ വ ഉൻസ, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ സക്കരിൻ വ ഉൻസ, ഒരൊറ്റ ആണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരൊറ്റ ആണിൽ നിന്നും ഒരൊറ്റ പെണ്ണിൽ നിന്നും ആദമാകുന്ന അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും നമ്മുടെ എല്ലാ ഉമ്മയാകുന്ന ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നുമാണ് ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ. പിന്നെന്തേ ഇങ്ങനെ പലയധികം വിഭാഗങ്ങളാക്കി മാറ്റി? എന്തിനിത്രയും വിഭാഗങ്ങളാക്കി മാറ്റി? എന്തിനിത്രയും നിറങ്ങളും വർണ്ണങ്ങളും വർഗങ്ങളുമാക്കി മനുഷ്യരെ തിരിച്ചു? പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ പ്രഖ്യാപനങ്ങളും നാം ഇരുത്തി ചിന്തിക്കുമ്പോൾ സഹോദരങ്ങളെ, അതെത്രയോ ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് പല വർഗത്തിലും വർണ്ണത്തിലുമെല്ലാം ആക്കിയതെന്ന് പരിശുദ്ധമായ ഖുർആൻ. നമുക്കറിയില്ലേ, നാം ലോകം മുഴുവനും ഒരുമിച്ച് കൂടുന്നതായ ഒരു സമ്മേളനമാണ് നമ്മുടെ ഹജ്ജ് എന്ന് പറയുന്നതായ ഒരു പ്രവർത്തനം. ആ മക്കയിൽ മദീനയിലൊക്കെ നാം ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് കാണാം പലതരത്തിലുള്ള, പല വർഗങ്ങളിലായിട്ടുള്ള, പല ദേശങ്ങളിലായിട്ടുള്ള, പല നിറത്തിലുള്ളതായ മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, അദ്ദേഹം ആഫ്രിക്കക്കാരനാണ്, അദ്ദേഹം യൂറോപ്യൻകാരനാണ്, അദ്ദേഹം ഇന്ത്യക്കാരനാണ് എന്നൊക്കെ നമുക്കിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല വർഗങ്ങളും വർണ്ണങ്ങളുമാക്കിയത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ പരിഗണിക്കേണ്ടതായ വിഷയം മനുഷ്യർക്കിടയിൽ ഒരു തരത്തിലുള്ളതായ വ്യത്യാസവും നാം കാണുവാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട് മുഴുവനും വലിയതായ ഒരു ദുരന്തത്തിലായിരിക്കവേ, നാട് മുഴുവനും പ്രത്യേകമായി ഒരു അപകടാവസ്ഥയിലായിരിക്കവേ നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങൾക്ക് പലർക്കും പലതും നഷ്ടമായി. പെട്ടെന്നുണ്ടായതായ പ്രളയത്തിലും വെള്ളപ്പൊക്കത്തിലുമെല്ലാം നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ അന്ന് വരെ ഉണ്ടായതായ സമ്പാദ്യങ്ങൾ മുഴുവനും നഷ്ടമായി. പലരുടെയും വീടുകൾ വെള്ളത്തിനടിയിലായി പോയി. വ്യാപാര സ്ഥാപനങ്ങൾ, കച്ചവട ചരക്കുകൾ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ സഹോദരങ്ങളെ, നാം ആരും ഒരു തരത്തിലും മാറി നിൽക്കുവാൻ നമുക്കാർക്കും സാധ്യമാവുകയില്ല. നാം നമ്മെ കൊണ്ടാവുന്നതായ സഹായ സഹകരണങ്ങൾ നാം അവർക്ക് എത്തിച്ചു നൽകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്യുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കുല്ലുകും മിൻ ആദം, എല്ലാവരും ആദമിൽ നിന്നാണ്. ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനായ അല്ലാഹുവാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവോ ആദമാണ്. വ ആദമു മിൻ തുറാബ്, ആദമോ മണ്ണിൽ നിന്നുണ്ടായവനാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. മണ്ണിൽ നിന്നുണ്ടായ മനുഷ്യനിക്ക് എന്താകണം? മണ്ണിൽ നിന്നുണ്ടായ മനുഷ്യനിക്ക് നാം വിനയമുള്ളവരായി മാറേണ്ടതുണ്ട്. നാം വിനയത്തോടുകൂടി ഭൂമിയിൽ നടക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവന്റെ വിഷമത്തിലേക്ക് നോക്കി നാം ചെയ്യുന്നതായ സഹായ സഹകരണങ്ങൾക്ക് വലിയതായ വാഗ്ദാനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്.
അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. തന്റെ സഹോദരന് വേണ്ടി താൻ ഇഷ്ടപ്പെടുന്ന കാര്യം തന്റെ സഹോദരനിക്കും കൂടി കിട്ടണമെന്ന്, അവനും വേണ്ടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിലാരും പരിപൂർണ സത്യവിശ്വാസിയാവുകയില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായ സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പ്രതിഫലം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുമല്ലോ, മദീനയിലുള്ള മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിൽ 2 റക്അത്ത് നമസ്കരിക്കുന്നതിന് വളരെയധികം പ്രതിഫലം. നമ്മുടെ സാധാരണ മസ്ജിദുകളിൽ റക്അത്തുകൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് റക്അത്തുകൾ നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് മസ്ജിദുൻ നബവിയിലെ കേവലം 2 റക്അത്ത് നമസ്കാരം കൊണ്ട് കിട്ടുന്നത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ തന്റെ സഹോദരനെ, തന്റെ വിഷമം അനുഭവിക്കുന്ന തന്റെ കൂടെയുള്ളവനെ സഹായിക്കുന്നതിലൂടെ ഈ 2 റക്അത്ത് മസ്ജിദുൻ നബവിയിലെ നമസ്കാരത്തിന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പ്രതിഫലമാണോ വാഗ്ദാനം നൽകിയിരിക്കുന്നത്, അതിനേക്കാൾ പ്രതിഫലം നൽകുമെന്ന് അതേ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തന്റെ സഹോദരന്റെ കണ്ണുനീരൊപ്പുക, തന്റെ സഹോദരന്റെ വിഷമാവസ്ഥയിൽ കൂടെ നിൽക്കുക എന്നുള്ളത് ചെറിയതായ ഒരു പ്രവർത്തനമല്ല. നാം വിചാരിക്കും, നമ്മെ കൊണ്ടാവുന്നതിനേക്കാൾ വലിയതായ സഹായം കൊടുക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. സാമ്പത്തികമായി സഹായിക്കാൻ കഴിവുള്ളവർ അങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ശാരീരികമായ സഹായങ്ങളായിരിക്കാം. അവരുടെ വീടുകളിൽ, അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ, അവരുടെ ദുരന്തം ബാധിച്ചതായ വിഷമിച്ച് നിൽക്കുന്നതായ സഹോദരന്റെ തോളിൽ തട്ടിയിട്ട് കുഴപ്പമില്ലടാ, നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ വിഷമം അനുഭവിക്കുന്ന സഹോദരന് കിട്ടുന്നതായ ഒരു ആശ്വാസം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ നഷ്ടപ്പെട്ടതായ വീടുകളും കടകളും അത് നമ്മളുടേതായിരുന്നുവെങ്കിൽ എത്രത്തോളം വിഷമം നമുക്കുണ്ടാകുമായിരുന്നു. നാം നമ്മുടെ ആയുസിന്റെ വളരെയധികം വിലപ്പെട്ടതായ സമയങ്ങൾ, നിങ്ങൾക്കറിയുമല്ലോ, പ്രവാസ ലോകത്തിലും മറ്റുള്ളതായ ഒരുപാട് ഏർപ്പാടുകളിലും കച്ചവടങ്ങളിലും ചെയ്തുകൊണ്ട് നാം നമ്മുടെ സ്വപ്നസുന്ദരമായ ഭവനങ്ങൾ കെട്ടിയുണ്ടാക്കുന്നു. നാം നമ്മുടെ സ്വപ്ന സമാനമായ വ്യാപാര സമുച്ചയങ്ങൾ പടുത്തുയർത്തുന്നു. നമ്മുടെ കച്ചവട ചരക്കുകൾ വലിയതായ പ്രതീക്ഷയോടുകൂടി ഇറക്കി വയ്ക്കുന്നു. സഹോദരങ്ങളെ, നാം കേൾക്കുന്നില്ലേ, ഓണത്തിന്റെ കച്ചവടത്തിൻ്റെതായ സമയങ്ങൾ അടുത്തുകൊണ്ടിരുന്നപ്പോൾ വലിയതായ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് എടുത്തു വെച്ചതായ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളെല്ലാം ഒരൊറ്റ രാത്രി, ആഗസ്റ്റ് 1 രാത്രിയിലെ പെട്ടെന്നുണ്ടായതായ വെള്ളപ്പൊക്കത്തിൽ, ആ ഒരു പ്രകൃതി ദുരന്തത്തിൽ മുഴുവനും നഷ്ടമായ ധാരാളം ആളുകളെ നാം പത്രമാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. സഹോദരങ്ങളെ, ഈ വിഷമങ്ങൾ മനസ്സിലാക്കുവാൻ ചെറിയ ഒരു കാര്യം മാത്രം നാം ചെയ്യുക. നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ കടയിലാണ്, നമ്മുടെ ചരക്കുകൾക്കാണ് ഇത് സംഭവിച്ചിരുന്നത് എങ്കിൽ നമ്മുടെ അവസ്ഥ എത്രത്തോളമായിരുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാം വിഷമവും വ്യാപ്തിയും മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് നഷ്ടമായതിനേക്കാൾ 100 ഇരട്ടി പ്രതിഫലം അവർക്ക് ഇരുലോകത്തും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നമ്മുടെ ഇവിടത്തിൽ കൂടിയിരിക്കുന്ന പലർക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ പല ആളുകളും നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയും ദുരന്തബാധിതമായ മേഖലകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും മനസ്സിന് സമാധാനം നൽകട്ടെ. സഹോദരങ്ങളെ, നാം ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതാണ് ഇവിടത്തിൽ ആദ്യത്തിൽ ഓതി വെച്ചതായ ആയത്ത്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ, നിശ്ചയമായും നാം അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇങ്ങനെയുള്ളതായ പരീക്ഷണങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാകും. എങ്ങനെയുണ്ടാകും? മിനൽ ഖൗഫി വൽ ജൂഉ, വിശപ്പിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. ഭയത്തിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് പരീക്ഷണമുണ്ടാകും. വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിലും ശരീരങ്ങളിലും കുറവുണ്ടായിക്കൊണ്ട് നാം പരീക്ഷിക്കും. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരങ്ങളുടെ ശരീരങ്ങളിൽ കുറവുണ്ടാകുന്നില്ലേ? പിഞ്ചു കുട്ടികൾ അടങ്ങുന്നതായ 100 കണക്കിന് ആളുകൾ മരണപ്പെടുന്നു.
പലർക്കും വലിയ വലിയ പരിക്കുകൾ ഉണ്ടാകുന്നു. ഈ പറഞ്ഞ രീതിയിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ളതായ നഷ്ടങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ബാക്കി കൂടി കേൾക്കുക. എന്ത് ചെയ്യണം? വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാശീലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്റെതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ വിലപിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ? ഈമാൻ പോകുന്നതായ വർത്തമാനങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ നഷ്ടപ്പെട്ടവ തിരിച്ചു കിട്ടുമോ? ഒരിക്കലും കിട്ടുകയില്ല. പക്ഷേ ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ചത് കിട്ടുമെന്ന് നിന്റെ പടച്ചവൻ നിനക്ക് പറഞ്ഞു നൽകുകയാണ്. എന്തേ കിട്ടുന്നത്? വബശ്ശിരി സ്വാബിരീൻ, നിനക്ക് സ്വർഗം കിട്ടും. സ്വർഗത്തിൽ വലിയതായ ദറജാത്തുകൾ കിട്ടും. നഷ്ടപ്പെട്ടു പോയ നിന്റെ ലക്ഷങ്ങളും കോടികളും കൊടുത്താലും കിട്ടാത്ത സ്വർഗം നിനക്ക് വേണമോ? നീ എന്തു ചെയ്യണം? നീ നിനക്കുണ്ടായതായ പരീക്ഷണത്തിൽ ക്ഷമിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് ക്ഷമിക്കാനുള്ള ഈമാൻ നൽകട്ടെ. ഇങ്ങനെയുള്ളതായ ദുരന്തങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ സഹോദരങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരും അടിച്ചു നിൽക്കരുത്. നമ്മുടെ പ്രദേശങ്ങളിൽ ധാരാളം സംഘടനകൾ, ധാരാളം സായുധ സംഘങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായി, സായുധ സംഘമല്ല, സാധു സംരക്ഷണ സംഘങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായുമെല്ലാം നമ്മുടെ ഈ ദുരന്തബാധിതരായ ആളുകൾക്ക് സഹായം എത്തിക്കുന്നുണ്ട്. ഏതു സംഗതിയായാലും അർഹമായവരിലേക്ക് സഹായം എത്തുന്നു എന്ന് നമുക്കുറപ്പുള്ളതായ ഏതെങ്കിലും സംഘങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാമും സഹായം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സഹായങ്ങളുടെ ഫലമായി ഇങ്ങനെയുള്ളതായ ബലാഉകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും സ്വീകരിക്കട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.